കുറച്ച് ഡേയ്സ് മുന്നേ ഞാൻ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചേഴ്സ് വെച്ചിട്ട് ഒരു സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവുക എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പുതുതായിട്ട് ചെയ്തു, എന്തൊക്കെ ഞാൻ നിർത്തി, എന്തൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു എന്നുള്ളതൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടാവുക. മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് അങ്ങനെ ഫ്രീക്വൻ്റ്ലി പിമ്പിൾസ് വരുന്ന ഒരു സ്കിന്നല്ല. പീരിയഡ്സ് ടൈമിൽ മാത്രമേ പിമ്പിൾസ് ഉണ്ടെങ്കിൽ വരാറുള്ളൂ. അപ്പോൾ എങ്ങനെ ഈ ഒരു സ്റ്റേജിലേക്ക് ഞാൻ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ ഒരിടയ്ക്ക് ഗുഡ് വൈബ്സിൻ്റെ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ ഓയിലി സ്കിന്നാണ്. എൻ്റെ സ്കിന്നിന് അത് സ്യൂട്ടാണോ ഇല്ലേ എന്നൊന്നും ചിന്തിക്കാതെയാണ് ഞാനത് വാങ്ങിയതും യൂസ് ചെയ്തതും. 1-2 ദിവസം യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഫേസിൽ അവിടെ ഇവിടെയായിട്ടൊക്കെ പിമ്പിൾസ് വരാൻ തുടങ്ങി. പക്ഷെ ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. മാത്രമല്ല, ഞാനത് യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂ ചെയ്തു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കത് മനസ്സിലായി, ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് സ്കിന്നിൽ ഇങ്ങനെ പിമ്പിൾസ് വരാൻ തുടങ്ങിയതെന്ന് മനസ്സിലായി. ഞാനത് സ്റ്റോപ്പ് ചെയ്തു. അത് വന്നതുപോലെ പോകുന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാനപ്പോൾ നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഇടയ്ക്ക് എൻ്റെ ഫാമിലിയിലൊരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ, കല്യാണത്തിന് അടിപൊളിയായി നിൽക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ മോട്ടീവ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ പിമ്പിൾസിനെയൊക്കെ ഭയങ്കര സുന്ദരമായി അങ്ങ് ഇഗ്നോർ ചെയ്തു. എന്നിട്ട് ഈ പിമ്പിൾസിൻ്റെ മുകളിലേക്ക് ഫൗണ്ടേഷൻ ഇട്ടു. ആ ഒരു ദിവസം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അടുത്ത 2 ദിവസം ആയപ്പോഴത്തേക്കും പിമ്പിൾസ് വലുതാവാൻ തുടങ്ങി, കൂടാൻ തുടങ്ങി, മൊത്തത്തിൽ അലമ്പാവാൻ തുടങ്ങി. കുറച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഭീകരമായ ഒരു അവസ്ഥയായിരുന്നു. പിമ്പിൾസ് വന്ന ടൈമിൽ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, എൻ്റെ 1-2 പിക്ചേഴ്സ് ഞാൻ എടുത്തു വെച്ചു. ഒരു 7 days ചലഞ്ച് പോലെയൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഫസ്റ്റ്, അതായത് ഡേ 1 പിക്ചർ എടുത്തു വെച്ചിട്ട് ഡേ 7 എൻ്റെ ചേഞ്ച് എന്താവും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ഡേ 1 പിക്ക് എന്ന് പറയുന്നത് ഇതായിരുന്നു. ഡേ 1 പിക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഫേസിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ പിമ്പിൾസൊക്കെ ഉണ്ട്. എൻ്റേതായ രീതിയിൽ ഹോം റെമഡീസൊക്കെ യൂസ് ചെയ്തിട്ട് പിമ്പിൾ മാറ്റാൻ ശ്രമിച്ച, അതായത് എൻ്റെ 7 days ചലഞ്ചിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു. പിമ്പിൾസ് നല്ലോണം കൂടിയെന്ന് മാത്രമല്ല, പിമ്പിൾസ് വലുതാവാൻ തുടങ്ങി, അത് വന്നിട്ടുള്ള മാർക്സ് വരാൻ തുടങ്ങി, മൊത്തത്തിൽ അലമ്പായി. ഒന്നല്ല, ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തു. അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്ന മെഡിസിൻസ് എല്ലാം യൂസ് ചെയ്തു. എനിക്ക് ഇൻടേക്ക് ചെയ്യാനൊന്നും ഉണ്ടായിരുന്നില്ല. ക്രീംസ് ആയിരുന്നു കൂടുതലും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് എനിക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടണം. ഈ ഒരുപാട് നാൾ കാത്തു നിന്ന് റിസൾട്ട് കിട്ടുന്നതിനോട് എനിക്ക് അത്രയും ക്ഷമ എനിക്കില്ല. അപ്പോൾ ഞാൻ ഈ കാണിച്ചിടത്തൊക്കെ ഞാൻ എന്ത് ചെയ്തു, അവർ തരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ 1 മാസം വരെയൊക്കെ യൂസ് ചെയ്യും, എന്നിട്ട് അത് നിർത്തും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരിടയ്ക്ക് ഞാൻ ഇൻസ്റ്റഗ്രാമിലൊരു വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസ് ആയിട്ടൊരു ക്രീം വാങ്ങി. ആ ക്രീം വാങ്ങി യൂസ് ചെയ്ത ടൈമിൽ എൻ്റെ ഫേസിലുണ്ടായിരുന്ന പിമ്പിൾസ് കുറേയല്ല ഉണ്ടായത്, എൻ്റെ ഷെയ്ഡ് മാറാൻ തുടങ്ങി. അതായത് സ്കിന്ന് കുറച്ചുകൂടെ ഫെയർ ആവാൻ തുടങ്ങി. ആ ഒരിടയ്ക്ക് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ, സ്കിൻ ഫെയർ ആയത് ഇതിൻ്റെ അതായത് പിമ്പിൾ മാറാനുള്ള മുന്നോടിയായിട്ടായിരിക്കാം മാറിയതെന്നാണ് ഞാൻ ചിന്തിച്ചത്. അതിൻ്റെ കൂടെ പിമ്പിൾസ് ചേഞ്ച് ആവുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ എന്നൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സ്കിന്നിൻ്റെ ഷെയ്ഡ് മാറുന്നതിനനുസരിച്ച് മാറിക്കോളും എന്നുള്ള തോട്ടിലാണ് ഞാൻ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചേഞ്ച് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്ത് ചെയ്തു, ഈ ക്രീം യൂസ് ചെയ്ത് ആ ബോട്ടിൽ തീർന്നിട്ട് ഞാൻ റീപർച്ചേസ് ചെയ്ത് അതും യൂസ് ചെയ്തു. ഏതോ ഒരു പോയിന്റിൽ വെച്ച് ഞാനതൊന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ, ക്രീം യൂസ് ചെയ്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസിൽ പഴയ പോലെ തന്നെ വീണ്ടും പിമ്പിൾസ് വരാൻ തുടങ്ങി. ഇതിലുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ, വരുന്ന പിമ്പിൾസിനൊക്കെ ഭയങ്കര വലുപ്പം കൂടാൻ തുടങ്ങി. മാത്രമല്ല, ഇത് വന്നിട്ട് പോകുന്ന മാർക്സ് എന്ന് പറയുന്നത് അതിഭീകരമാവാൻ തുടങ്ങി. അത് യൂസ് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ടൈമിൽ ഉണ്ടായിരുന്ന പിക്ക് എന്ന് പറയുന്നതാണ് ഇതായിരുന്നു ആ ഒരു ക്രീം യൂസ് ചെയ്ത് നിർത്തിയതിൻ്റെ അനന്തരഫലത്തിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഉള്ളിൽ പൾപ്പുള്ള പോലെയുള്ള പിമ്പിൾസ് ആയിരുന്നു പിന്നീട് അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ആ പിമ്പിൾസ് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫേസിൽ
ഇതുപോലെ മാർക്സ് വരാൻ തുടങ്ങി. ആ ടൈമൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ എല്ലാത്തിനോടുള്ള ട്രസ്റ്റ് പോയി. എന്താണെന്ന് വെച്ചാൽ മെഡിസിൻസ് യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. ഇതേപോലെ ക്രീം പിന്നെ ഹോം റെമഡീസ് എല്ലാം ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റം ഉണ്ടായില്ല എന്ന് മാത്രമല്ല, എൻ്റെ ആ ഒരു കണ്ടീഷൻ വല്ലാണ്ട് കോംപ്ലിക്കേറ്റഡ് ആവാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇതുമായിട്ട് യൂസ്ഡായി. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, ഇനി എൻ്റെ ഫേസ് ഇങ്ങനെ തന്നെ ആയിരിക്കും, ഇനി ഞാൻ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയുള്ളൊരു നിലയിലേക്ക് ഞാൻ എത്തി. ആ ഒരിടയ്ക്ക് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ PG പഠിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലായിരുന്നു ഇത്. എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന എൻ്റെ കോളേജിൽ തന്നെയുള്ള ജൂനിയേഴ്സ്, അതിലൊരു കുട്ടി എന്നോട് ഒരു ക്ലിനിക്കിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ പോയി കാണിച്ചാൽ കുറയും, അതായത് അവൾക്ക് കാണിച്ചിട്ട് നല്ല വ്യത്യാസമുണ്ട്, ഇപ്പോൾ പിമ്പിൾസോ കാര്യങ്ങളോ ഒന്നുമില്ലാന്ന് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനത് വലിയ കാര്യമാക്കി എടുത്തില്ല. പിന്നെ ഇതൊക്കെ കഴിഞ്ഞ് തന്നെ അവൾ വീണ്ടും കണ്ടപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചി ഇത് വല്ലാതെ കൂടിയിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞെടുത്ത് അതായത് അവിടെയും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, എല്ലായിടത്തും ട്രൈ ചെയ്തില്ലേ, അപ്പോൾ അവിടെയും കൂടെ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും കരുതി എല്ലായിടത്തും ട്രൈ ചെയ്തു, എല്ലായിടത്തും പരാജയപ്പെട്ടു. ലാസ്റ്റ് ട്രൈ ചെയ്യുന്ന പോലെ ഇവിടെയും കൂടെ ട്രൈ ചെയ്താൽ എന്താന്നുള്ള രീതിയിൽ ഞാൻ അവിടെ പോയി ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. ഇത് അവിടെ ഒരു 2-3 സ്റ്റെപ്പ് പോലെയായിരുന്നു. ആദ്യം ഇവർ കുറച്ച് നഴ്സുമാർ കൊണ്ടുപോകും, കാര്യങ്ങളൊക്കെ അറിയും, എന്നിട്ട് ആണ് ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് കാര്യങ്ങൾ, അതായത് ഡോക്ടർ നമ്മളെ ജസ്റ്റ് കാണുകയുള്ളൂ, എന്താണ് നമ്മൾ പ്രശ്നം എന്നുള്ളത് കാണുകയുള്ളൂ, ചോദിച്ചറിയുന്നതൊക്കെ ആദ്യം ആ ഫസ്റ്റ് സ്റ്റെപ്പിൽ കഴിയും. ആ ഒരു ടൈമിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു 6 to 8 month കോഴ്സ് പോലെയാണ് ചെയ്യുന്നുണ്ടാവുക, അത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്ത് കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്താൽ മാത്രമേ ഒരു ഫൈനൽ സൊല്യൂഷൻ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓക്കെ ചെയ്യാം. എനിക്ക് ആദ്യം അവർ തന്നിട്ടുണ്ടായിരുന്നത് ഡാൻഡ്രൂഫ് ഉണ്ടോയെന്ന് ചോദിച്ചു, അത് കളയാനുള്ള ഷാമ്പു ആയിരുന്നു എനിക്ക് ആദ്യം തന്നിട്ടുണ്ടായിരുന്നത്. അതുവരെ എനിക്ക് ടാബ്ലറ്റ്സ് ഒന്നും ഇൻടേക്ക് ചെയ്യാൻ ഉണ്ടായിരുന്നില്ല. ഇവിടുന്ന് എനിക്ക് എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു, കൗണ്ട് ഓക്കെ ആണെന്ന് നോക്കി, എന്നിട്ടാണ് ടാബ്ലറ്റ് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നത്. അതൊരു 2 to 3 months എന്തോ കഴിക്കാനുണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. പിന്നുള്ളതെല്ലാം ക്രീംസ് ആയിരുന്നു. അതിൽ ഫസ്റ്റ് മന്ത് രാവിലെയും രാത്രിയും ഒരേ ട്യൂബ് തന്നെയായിരുന്നു യൂസ് ചെയ്യാനുണ്ടായിരുന്നത്. ഈ കോഴ്സ് കഴിയുന്നത് വരെ രാവിലെ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് സെയിം തന്നെയായിരുന്നു, പക്ഷേ നൈറ്റ് യൂസ് ചെയ്യുന്ന ക്രീംസ് ഓരോ മന്തും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. കറക്റ്റ് 1 month കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അവരെ കൺസൾട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാനത് കറക്റ്റ് വേയിൽ കണ്ടിന്യൂ ചെയ്ത് പോയി. ഒരു 1 month ഒക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് വിസിബിളായിട്ടുള്ള ചേഞ്ച് കാണാൻ തുടങ്ങി. 3 months ഒക്കെ ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് എല്ലാം മാറാൻ തുടങ്ങി. പിമ്പിൾസ് നന്നായിട്ട് കുറയാൻ തുടങ്ങി. ആ ഒരിടയ്ക്ക് എൻ്റെ ഫേസ് നന്നായിട്ട് ഡാർക്ക് ആവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ ക്രീംസ് യൂസ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് ഡാർക്ക് ആവും, പക്ഷേ എല്ലാം കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞൊരു 6 months ആയപ്പോഴത്തേക്കും എൻ്റെ മൊത്തം ഫേസിലുണ്ടായിരുന്ന പിമ്പിൾസ് മൊത്തം പോയിട്ടുണ്ടായിരുന്നു. പിമ്പിൾസ് മൊത്തം ഫേസിൽ നിന്ന് പോയി കഴിഞ്ഞാൽ മാത്രമേ മാർക്സ് മാറ്റാനുള്ള മരുന്ന് നമുക്ക് തരുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പിമ്പിൾസ് മൊത്തം കളയാതെ ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കളയാനുള്ള മരുന്ന് തന്നു കഴിഞ്ഞാൽ വീണ്ടും പിമ്പിൾസ് വരുമ്പോൾ സെയിം റിപ്പീറ്റ് ആവത്തുള്ളൂ. അതുകൊണ്ട് ആദ്യം പിമ്പിൾസ് ഫുള്ളി ക്ലിയർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനുള്ള ക്രീംസ് തരുള്ളൂ. അപ്പോൾ ഒരു 6 months ഒക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും എല്ലാം ക്ലിയറായി. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 2 years ആയിട്ട് ഞാൻ എൻ്റെ ഫേസിൽ മെഡിക്കേറ്റഡ് പ്രോഡക്റ്റ്സ് അല്ലാതെ വേറൊന്നും യൂസ് ചെയ്യാറില്ല. ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് അവരുടെ ക്ലിനിക്കിൻ്റെ ലേബലിൽ അവർ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ്സ് മാത്രമാണ്. ക്ലെൻസർ ആണെങ്കിലും സൺസ്ക്രീൻ ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും എല്ലാം ഞാൻ യൂസ് ചെയ്യുന്നത് ഇവരുടെ തന്നെ ഓൺ പ്രൊഡക്റ്റാണ്. 2 years കഴിഞ്ഞിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്ന വീഡിയോയിൽ വിഷ് കെയറിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കിയത്. അതെനിക്ക് വലിയ കുഴപ്പമായിട്ട് തോന്നിയില്ല, ഇതുവരെ പ്രശ്നങ്ങളൊന്നുമില്ല, ഓക്കെയാണ്. പക്ഷേ ഇനി ഇൻ കേസ് എന്തെങ്കിലും പണി കിട്ടിയാൽ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു സൺസ്ക്രീനിലേക്ക് തന്നെ മാറും. ഇനി എൻ്റെ പിമ്പിൾസ് മാറ്റാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ക്രീം, ആ ഒരു ജെൽ എന്താണെന്ന് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതായിരുന്നു ആ ജെല്ല്.
ഇതൊരു പിമ്പിൾ കെയർ ജെല്ലാണ്. ഈ ഒരു ജെല്ലാണ് നമുക്ക് ഫസ്റ്റ് യൂസ് ചെയ്യാൻ തരുന്നത്. അതേപോലെ ഇപ്പോഴും ഞാൻ എൻ്റെ ഫേസിൽ എങ്ങാനും പിമ്പിൾസ് ഒന്നോ രണ്ടോ കൂടുതൽ കണ്ടു കഴിഞ്ഞാൽ ഇത് യൂസ് ചെയ്യാറുണ്ട്. നമുക്കതങ്ങനെ തരില്ല, എന്നാലും എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും അത് യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു ജെല്ലാണ് എൻ്റെ ലൈഫ് സേവർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ഒരു പ്രൊഡക്റ്റാണ് ഞാൻ ത്രൂ ഔട്ട് എൻ്റെ ആ സ്കിൻ ട്രാൻസ്ഫോർമേഷൻ ജേർണിയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ സിസ്റ്ററും ഇതേ ഒരു കാരണത്തിൽ അവിടെ ക്ലിനിക്കിൽ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ടൈമിൽ അവർക്ക് ഫസ്റ്റ് കൊടുത്ത ഒരു ജെല്ല് എന്ന് പറയുന്നത് ഇത് തന്നെയായിരുന്നു. നമ്മുടെ സ്കിന്നിലെ പിമ്പിൾസിനെ ഒരു പരിധിവരെയും കളയാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ഒരു ജെല്ല് തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. കാരണം ഇത് തന്നൊരു റിസൾട്ട് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, അത്രയും അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം ഈ ഒരു ജെല്ല് പരീക്ഷിച്ച് നോക്കാതെ നിങ്ങൾക്ക് ഈ ഒരു ജെല്ലിനെ പറ്റി ഡോക്ടറിൻ്റെ അഡ്വൈസും കൂടെ തേടുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, ക്ലെൻസർ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കാരണം ഇത് ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തില്ലെങ്കിലും നമുക്ക് വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ ആ പ്രൊഡക്ട്സ് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിനെ മാത്രം വെച്ചിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ചെയ്യാം. ഇനി മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും കൺസിസ്റ്റൻസി ഈസ് ദ കീ എന്ന് പറയുന്ന പോലെ നമ്മളത് പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യണം. ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന മണ്ടത്തരം എന്ന് പറയുന്നത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. കാരണം ആ ഫസ്റ്റ് ടൈമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നപ്പോൾ അത് ഞാൻ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈം റിസൾട്ട് കിട്ടിയേനെ. ഞാനത് ചെയ്തില്ല. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുക, പ്രോപ്പറായിട്ടുള്ള ഉറക്കം ഉണ്ടാവുക, അതേപോലെ തന്നെ ജസ്റ്റ് എക്സസൈസ്, ഇതൊക്കെ നമ്മുടെ ബോഡിയിൽ നല്ല മാറ്റം ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റെ ആ ഒരു ടൈമിൽ ശ്രദ്ധിക്കാത്തതും ഇപ്പം ഞാനതിനെ ആലോചിച്ച് റിഗ്രറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ. ഞാൻ പ്രോപ്പറായിട്ട് ഉറങ്ങാറുണ്ടായിരുന്നില്ല, പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കാറുണ്ടായിരുന്നില്ല, വലിയ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആലോചിക്കുമ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് റിസൾട്ട് അതിലും കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് ബെറ്ററായിട്ട് കിട്ടിയേനെന്ന് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ തോന്നുന്നുണ്ട്. നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. മെയിനായിട്ട് ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറയുന്നത്, ഇപ്പം ഞാൻ പറയുന്നത് കേട്ടിട്ടാണെങ്കിലും ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കുക. ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള കാര്യം അന്വേഷിച്ച് കണ്ടെത്തി അത് മാത്രം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുള്ളൂ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, കമൻറ്റ് സെക്ഷനിൽ വന്നൊരു കമൻറ്റാണ്, എങ്ങനെയാണ് ഈ പോഴ്സ് ക്ലിയർ ചെയ്യുന്നതെന്ന്. പോഴ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു വഴിയും ഇതുവരെ ഇല്ല. അതായത് സ്കാർസ് ആണെങ്കിൽ പിന്നെയും നമുക്കതിനെ മിനിമൈസ് ചെയ്യാൻ പറ്റും. പക്ഷേ പോഴ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫേസിലാണെങ്കിലും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും പോഴ്സ്, അത്യാവശ്യം പോഴ്സ് ഉണ്ട്. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം അത് നമ്മുടെ സ്കിന്നിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നതാണ്. അതിനെ നമുക്ക് മാറ്റാനോ എന്തെങ്കിലും പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിധിവരെയും നമ്മളിപ്പം കെമിക്കൽ പീലിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധിവരെയും നമുക്കതിനെ ചെറുതാക്കാൻ പറ്റും. പക്ഷേ അതിനെ മൊത്തമായും മാറ്റാന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും എല്ലാം മാറ്റുന്നത് പോലെ നമുക്കൊരിക്കലും പിമ്പിൾ വന്ന് പോയിട്ടുള്ള പോഴ്സ് കളയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ഓരോ പ്രൊഡക്റ്റൊക്കെ കാണുന്നുണ്ടാവും, ആഡാണെങ്കിൽ ഓരോ പ്രൊഡക്ട്സ് കാണുന്നുണ്ടാവും. പോഴ്സ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരു ബേസിക് നോളജ് ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അത് കമൻറ്റിന് റിപ്ലൈ ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബൈ.